Today we start with the next module, capital market. Capital market എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നോക്കി. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണ്, അതിൻ്റെ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് റോളാണ് ക്യാപിറ്റൽ മാർക്കറ്റിനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഓൺലൈൻ ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞു ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് പറഞ്ഞാൽ ലോങ് ടേം ഫണ്ട്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. നെക്സ്റ്റ് സ്ലൈഡ് പറഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റിൻ്റെയും ഡിഫറൻസ് ആണ്. അതൊരു ഒരു 6 ഡിഫറൻസസ് ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ വേഗം പോവാണ് ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി സ്പോക്കൺ ഇൻ ക്ലാസ്. സോ 6 ഡിഫറൻസസിൽ ഇപ്പോൾ ഫസ്റ്റ് വൺ പറഞ്ഞാൽ ഫസ്റ്റ് ഇസ് ഡെഫിനിഷൻ്റെ വ്യത്യാസം. ഒന്ന് ലോങ് ടേം ആണ്, മറ്റേ ഷോർട്ട് ടേം ആണ്. പിന്നെ മെച്യൂരിറ്റി 1 ഇയർ ആണ്, മറ്റേത് അപ് ടു മണി മാർക്കറ്റ് അപ് ടു 1 ഇയർ ആണ്, ക്യാപിറ്റൽ മാർക്കറ്റ് മോർ ദാൻ 1 ഇയർ ആണ്. ലിക്വിഡിറ്റി പറഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ ലോവർ ആണ്, വേറസ് ഇൻ ദ കേസ് ഓഫ് മണി മാർക്കറ്റ് ഇറ്റ് ഇസ് ഹയർ ബിക്കോസ് വി നീഡ് ദ ഫണ്ട്സ് നെക്സ്റ്റ് ഡേ ഇറ്റ്സെൽഫ്. വിത്ത് റിഗാർഡ് ടു ദ റിസ്ക് ഫാക്ടർ, ക്യാപിറ്റൽ മാർക്കറ്റിൽ റിസ്ക് കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൂടുതൽ മണി ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, പിന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ ഉള്ളത് റിസ്ക് എവിടെ കൂടുന്നു അവിടെ റിട്ടേൺ എന്താവും, കൂടുതലാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ ഇത് നോക്കുകയാണ് വെച്ചാൽ, അപ്പോൾ ഫോർ എക്സാമ്പിൾ മൈനിങ് എക്സെട്ര ഇറ്റ്സ് വെരി റിസ്കി. അപ്പോൾ അവിടെ റിട്ടേൺസും കൂടുതലാണ്. അപ്പോൾ റിസ്ക്കും റിട്ടേണും ക്യാപിറ്റൽ മാർക്കറ്റിൽ കൂടുതലാണ്. അതേപോലെ ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ട്രഷറി ബിൽസ്, കമേഴ്ഷ്യൽ പേപ്പേഴ്സ്, ഇതെല്ലാം മണി മാർക്കറ്റിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കോളം മാറിക്കിടക്കുകയാണ്, മണി മാർക്കറ്റിൽ യൂസ് ചെയ്യുന്നു. നേരെ മറിച്ച് മറ്റേതിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഗവൺമെൻറ് സെക്യൂരിറ്റി, ഷെയർസ്, ബോൺസ്, ഡിബെഞ്ചേഴ്സ് എക്സെട്ര ആണ് നമ്മൾ ട്രേഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് സൈഡ് പറഞ്ഞാൽ എന്താണ് ഡെഫിനിഷൻ. ഒരു പെർട്ടിക്കുലർ ഡെഫിനിഷൻ ഉണ്ട്. ദ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് യൂസ് ടു ഡെസിഗ്നേറ്റ് ദ ആക്ടിവിറ്റീസ് ഇൻ ദ ലോങ് റൺ ക്രെഡിറ്റ് വിച്ച് ഇസ് ക്യാരക്ടറൈസ്ഡ് മെയിൻലി ബൈ സെക്യൂരിറ്റീസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ്. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ലോങ് ടേം ക്രെഡിറ്റ് ആണ്, പിന്നെ അതേപോലെ സെക്യൂരിറ്റീസ് ഇങ്ങനത്തെയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ ലോങ് ടേം ആണ്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സ്, അതായത് ബോറോയിങ് ലെൻഡിങ്ങും നടക്കുന്ന സ്ഥലമാണ്. പിന്നെ ടേം ഫണ്ട്സ് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരിയഡിനുള്ള ഒരു ഫണ്ടാണ്. അതേപോലെ ഡിമാൻഡ്, ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്ന ഡിമാൻഡ് എവിടെ നിന്നാണ്? ഡിമാൻഡ് ഇൻഡസ്ട്രീസ്, ട്രേഡ്, ട്രാൻസ്പോർട്ട്, അവരെല്ലാം ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാഷ് ഡിമാൻഡ് ചെയ്യും. അതാണ് ഡിമാൻഡ് വരുന്നത്. അതേപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും. സപ്ലൈ എവിടെ നിന്നാണ്? ഇൻഡിവിജ്വൽസ് ത്രൂ ബാങ്ക്സ്, ഇൻഷുറൻസ്, പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട്സ് എക്സെട്ര. there is also another securities market. രണ്ട് തരം മാർക്കറ്റ് ഉണ്ട്, ഡെപ്റ്റ് മാർക്കറ്റും ഇക്വിറ്റി മാർക്കറ്റ്. അപ്പോൾ ഒന്നും കൂടി ഡെഫിനിഷൻ ക്ലാരിഫൈ ചെയ്യാൻ, ഇറ്റ്സ് എ പ്ലേസ് വെയർ money is channelized, or channelized is a place where buyers and sellers engage in trade for financial securities. Description പറഞ്ഞാൽ channelize funds from long term for long term investment. Therefore അടുത്ത സ്ലൈഡ് നോക്കാം. ഇതിലാണ് പറയുന്നത് how money is channelized through capital market. The next slide shows that where a place where financial intermediaries, financial securities are traded like debts and shares and debentures. ഇവിടെ buying ഉണ്ട്, അതേപോലെ selling ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഈ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചറാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. ആൻഡ് അതിൻ്റെ വേർതിരിവാണ് ഇക്വിറ്റി മാർക്കറ്റ്സ്, ഡെപ്റ്റ് മാർക്കറ്റ്സ്, ഡെറിവേറ്റീവ് മാർക്കറ്റ്സ്. ഇത് ഇക്വിറ്റി മാർക്കറ്റ് പറഞ്ഞാൽ നമ്മുടെ അസറ്റാണ്, ഡെപ്റ്റ് മാർക്കറ്റ് പറഞ്ഞാൽ കടമാണ്, ആൻഡ് ഓൾസോ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് പറഞ്ഞാൽ വിച്ച് ഡിറൈവ്സ് ഇറ്റ്സ് വാല്യൂ. ഫോർ എക്സാമ്പിൾ ഇൻഷുറൻസ് എക്സെട്ര. നമ്മളിപ്പോൾ ഒരു കാറിൻ്റെ ഇൻഷുറൻസ് എടുക്കുകയാണെന്ന് വെച്ചാൽ അതിന് കൂടുതൽ വാല്യൂ ഉണ്ട്. നെക്സ്റ്റ് ആണ് നമ്മൾ എന്തൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ, ഇറ്റ് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ് ഫോർ ബോറോയിങ് ആൻഡ് ലെൻഡിങ്. ബോറോയിങ്ങും ലെൻഡിങ്ങിനും വേണ്ടി ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഫ്രം വെയർ, ഇതൊക്കെ ഒരു ഷോർട്ടായിട്ട് സ്നാപ്ഷോട്ടിൽ പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്കറിയാം സേവിങ്സ് മൊബിലൈസ് ചെയ്യണം. ഫ്രം സേവിങ്സ് ഫ്രം ഇൻവെസ്റ്റേഴ്സ്, ഫ്രം ദോസ് ഹു ആർ മേക്കിംഗ് അവൈലബിൾ ദെയർ സേവിങ്സ് ടു ദ ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, ഇതേപോലെ ഷോർട്ട് ടേം മണി മാർക്കറ്റും ലോങ് ടേം മണി മാർക്കറ്റും രണ്ടുമുണ്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പോൾ ഒരു കുട്ടി പുതിയതായിട്ടൊരു ഫേം തുടങ്ങുകയാണെങ്കിൽ ആ ഫേമിന് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് ഇപ്പോൾ ഒരു 5000 രൂപ കൊടുക്കുകയാണെങ്കിൽ അത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ് പറയുക. ദാറ്റ് ഈസ് ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നേരെ മറിച്ച് ലോങ് ടേം പറയുമ്പോൾ, നൗ സപ്പോസ് ഹി വാണ്ട്സ് ടു ഹാവ്
5,000 പോരാ അയാൾക്ക്, ഇനിയും കുറച്ചും കൂടി ക്യാഷ് വേണമെങ്കിൽ ആ കുട്ടിക്ക് അവനവൻ്റെ ഫേം തുടങ്ങാൻ വേണ്ടി എന്ത് ചെയ്യും, ഷെയർ ഇറക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇതാണ് ഒരു മാർഗമാണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് ഷെയർസ് ഇറക്കുക. അതായത് ചെറിയ ചെറിയ വാല്യൂസിൽ ഷെയർ ഇറക്കാം, 30-40 റുപ്പീസിൻ്റെ ഷെയർസ് ഇറക്കാം. അത് പബ്ലിക്കിലേക്ക് ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പബ്ലിക്കിന് വാങ്ങാൻ തക്കോണം ആക്കി കഴിഞ്ഞാൽ എന്താവും, അത് സ്റ്റോക്ക് മാർക്കറ്റിൽ രജിസ്റ്റേർഡ് യൂണിറ്റ് ആവും. അപ്പോൾ ആദ്യത്തെ ഒരു ഡയറക്റ്റ് ക്യാഷ് 5,000 റുപ്പീസ് എന്നുള്ളത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ്. നേരെ മറിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയ പൈസ എന്താണ്, അത് സെക്കൻഡറി മാർക്കറ്റാണ്. അപ്പോൾ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ പ്രൈമറി മാർക്കറ്റും ഉണ്ട്, സെക്കൻഡറി മാർക്കറ്റും ഉണ്ട്. ഓക്കെ, അതാണ് ഈ IPO പറയുന്നത്, അതിൽ കാണാം. നെക്സ്റ്റ്, ഗവൺമെൻറ് ഇഷ്യൂസ്, ഈ ഗവൺമെൻറ് ട്രഷറി ബില്ലും ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ സെക്യൂരിറ്റീസ് ട്രേഡഡ് ഓവർ ദ കൗണ്ടർ, സെക്യൂരിറ്റീസ് നമ്മൾ ഓവർ ദ കൗണ്ടർ ട്രേഡ് ചെയ്യുമ്പോൾ, അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഒരു ഷെയർ വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ വിൽക്കാൻ പറ്റും, അതിനെയാണ് പറയുന്നത് ഓവർ ദ കൗണ്ടർ. ഇപ്പോൾ എല്ലാം ഓൺലൈനാണ്. ഇപ്പോൾ ഒരു ആൾ ചെന്നൈയിലുള്ള ആൾക്ക് ഡൽഹിയിലത്തെ ഒരു ഷെയറിൽ വാങ്ങാം അല്ലെങ്കിൽ വിൽക്കാം, കമ്പനിയുടെ ഷെയർ വാങ്ങാം വിൽക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, സോ പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് രണ്ടും കൂടിയതാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ആൻഡ് യു ഷുഡ് റിമെമ്പർ ദാറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് മോസ്റ്റ്ലി റെഗുലേറ്റഡ് ബൈ സെബി. നേരെ മറിച്ച് മണി മാർക്കറ്റിലെ റെഗുലേഷൻ മെയിനായിട്ട് RBI, കമേഴ്ഷ്യൽ ബാങ്ക്സ് ഒക്കെയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് റൂൾഡ് ബൈ ഫോർ ഷോർട്ട് ടേം പീരിയഡ്. അപ്പോൾ അതാണ് വ്യത്യാസം. ഓക്കെ, നെക്സ്റ്റ് സൈഡിൽ സെക്യൂരിറ്റീസ് ആണ്. ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, ഡെപ്റ്റ് സെക്യൂരിറ്റീസ്. ഇതിൽ ഫസ്റ്റ് പോർഷൻ കാണാനില്ല, അതിൻ്റെ മീതെ എഴുതിയത് ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആണ്, മറ്റേ ഇക്വിറ്റി ഷെയർസ് ആണ്. ഇക്വിറ്റി ഷെയർസ് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഷെയർസ് ആണ്, അസറ്റ് വാല്യൂ ആണ്. മേളത്തുള്ളത് ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആണ്. ഡെപ്റ്റ് പറഞ്ഞാൽ കടപ്പത്രിക ആണ്. ഒരു ഇത്ര എമൗണ്ട് നമുക്ക് കടമുണ്ട്, IOU, ഐ ഹാവ് ടു ഗിവ് യു ദിസ് മച്ച് ഓഫ് മണി. നെക്സ്റ്റ് ആണ് ഡെറിവേറ്റീവ്സ് ആൻഡ് സ്വാപ്സ്. ഡെറിവേറ്റീവ്സും സ്വാപ്സും ഒക്കെ പറയുന്നത് ഒരു സാധനം, ഇപ്പോൾ ഇൻഷുറൻസ് ആണ് വിചാരിച്ചോളൂ, കാറുണ്ട്, സ്കൂട്ടർ ഉണ്ട്, ഏതിനാണ് കൂടുതൽ ഇൻഷുറൻസ് നമ്മൾ കൊടുക്കുക? കാറിനാണ് ഇൻഷുറൻസ് വാല്യൂ കൂടുക. ബിക്കോസ് കാർ ഡിറൈവ്സ് ഇറ്റ്സ് ഇൻഷുറൻസ് വാല്യൂ ഇസ് ഡിറൈവ് ഫ്രം ദ സ്റ്റോക്ക് ഓഫ് ദ അസറ്റ്. ഇപ്പോൾ കൂടുതൽ വാല്യൂ ഉള്ള സാധനത്തിന് നമ്മൾ കൂടുതൽ ഇൻഷുറൻസും കൂടുതൽ പ്രീമിയം കൊടുക്കണം. അതിനെയാണ് പറയുന്നത് ഈ ഡെറിവേറ്റീവ്സ്, വിച്ച് ഡിറൈവ്സ് ഇറ്റ്സ് വാല്യൂ ഫ്രം സം അതർ കമ്മോഡിറ്റി. അപ്പോൾ അങ്ങനത്തെ കുറേ സെക്യൂരിറ്റീസ് ഉണ്ട്, ഡെറിവേറ്റീവ്സ്, അതേപോലെ ഇക്വിറ്റി സെക്യൂരിറ്റീസ്, ഡെപ്റ്റ് സെക്യൂരിറ്റീസ്. ഇത് മൂന്നുമാണ്, 3 തരം സെക്യൂരിറ്റീസ് ഉണ്ട്. 3 മെയിൻ ടൈപ്സ്: ഡെപ്റ്റ്, ഇക്വിറ്റി ആൻഡ് ഡെറിവേറ്റീവ്സ്. ഓക്കെ, അതിൻ്റെ മെയിനായിട്ടുള്ള ദേ റെപ്രസെൻറ്റ് വാട്ട് ഓണർഷിപ്പ് ആൻഡ് ഡെപ്റ്റ്, അതിനെ കാണിക്കുന്നതാണ് ഈ 3. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്? ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ ഇറ്റ് ബ്രിങ്സ് എ ലിങ്ക് ബിറ്റ്വീൻ സേവേഴ്സ് ആൻഡ്, എന്തെല്ലാം ഗുണങ്ങളുണ്ട് ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ അത് സേവേഴ്സും ഇൻവെസ്റ്റേഴ്സ് തമ്മിലൊരു ലിങ്ക് കൊണ്ടുവരും. അതേപോലെ ഇറ്റ് ബ്രിങ്സ് അബൌട്ട് ഗ്രേറ്റർ ക്യാപിറ്റൽ ഫോർമേഷൻ, ബിക്കോസ് വെൻ വി ഇൻവെസ്റ്റ് അബൌട്ട് 1,000 rupees, for example, if a share is, we invest 1,000 rupees of money in shares, for means 100 shares വാങ്ങി ഈച്ചിന് 10 rupees ആണെങ്കിൽ നമ്മുടെ ടോട്ടൽ വാല്യൂ എത്രയാണ്? 1,000 rupees. നാളേക്ക് ഇപ്പോൾ ഈ ഷെയർസ് തന്നെ അത് 40 കൂടിച്ച് നമ്മൾ കൊടുക്കുന്ന വാല്യൂ എത്രയാണ്? 40 into 100, സോ ഇറ്റ് ബിക്കംസ് 4,000. സോ 1,000 rupees കൊടുത്ത് വാങ്ങിയ ഷെയർ ഇന്നാളേക്ക് അത് 4,000 ആയിട്ട് മാറും. ആൻഡ് ദിസ് ഇസ് ഇൻവെസ്റ്റഡ് ഇൻ അതർ കമ്പനീസ്. അപ്പോൾ അത് അവിടെ എന്താ ഉണ്ടാവുന്നത്? ക്രെഡിറ്റ് ഫോർമേഷനാണ് ഉണ്ടാവുന്നത്. കഴിഞ്ഞ സെമ്മിൽ ബാങ്കിങ് പേപ്പറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ക്രെഡിറ്റ് ഫോർമേഷൻ. ക്രെഡിറ്റ് ഫോർമേഷൻ പറഞ്ഞാൽ എക്സ്ട്രാ അസറ്റ് ഉണ്ടാവുകയാണ്, 1000 പോയിട്ട് അത് 4,000 ആയിട്ട് മാറുകയാണ്, മോർ ദാൻ 3 times. സോ അതിനെയാണ് പറയുന്നത് ക്യാപിറ്റൽ ഫോർമേഷൻ. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. നെക്സ്റ്റ് ആണ് ദിസ് പ്രസൻസ് ഓഫ് എ ഗുഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. അവിടെ ഉണ്ടെങ്കിൽ ഒരു സെക്യൂരിറ്റി പ്രൈസസിന് ഒരു റെഗുലേഷൻ ഉണ്ടാവും. അതായത് സെബി പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ വല്ലാതെ ഹോർഡിംഗ് ഒന്നും ഉണ്ടാവില്ല, ആൾക്കാർ വല്ലാതെ ഷെയറിൻ്റെ വാല്യൂ കൂട്ടുമൊന്നുമില്ല, ബിക്കോസ് അത് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലാണ് അത് ഡീൽ ചെയ്യണം. അപ്പോൾ എന്താണ് ആ കമ്പനീൻ്റെ വില നിലവാരം വെച്ചാൽ, അല്ലെങ്കിൽ ആ കമ്പനീൻ്റെ ഗുണങ്ങൾ എന്താ, അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് അനുസരിച്ചാണ് എല്ലാ ഷെയറും ട്രേഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ സെക്യൂരിറ്റി പ്രൈസസ് എന്താവും? റെഗുലേറ്റഡ് ആവും. ഇതേപോലെ പ്രൊവിഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ്, എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഒരു നല്ല ക്യാപിറ്റൽ
മാർക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, എക്കണോമിക് ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഉണ്ടാവും. ഇതേപോലെയാണ് ഇറ്റ് മിനിമൈസസ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് ടൈമും ട്രാൻസാക്ഷൻ കോസ്റ്റും. ഞാൻ പറഞ്ഞു ഇവിടെ ഒരാൾക്ക് വേറെ എവിടെയെങ്കിലും ഉള്ള ഷെയർസ് നമുക്ക് വാങ്ങാനും വിൽക്കാനും പറ്റും. അപ്പോൾ അവിടെ എന്താ സേവ് ചെയ്യാൻ പറ്റുന്നത്, ട്രാൻസാക്ഷൻ കോസ്റ്റും, ട്രാൻസാക്ഷൻ പറഞ്ഞാൽ സമയലാഭം, കോസ്റ്റ് എങ്ങനെയാണ് ഷെയർസ്, അതേപോലെ ടൈമും. നമ്മളവിടെ പേഴ്സണലി പോകേണ്ട ആവശ്യമില്ല, ഒറ്റ സെക്കൻഡിൽ നമുക്കത് സെല് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. സോ ഇത് ചില ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ. ഇതല്ലാതെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ വേറൊരു ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി പറഞ്ഞാൽ ഇത്രയും വലിയ എമൗണ്ട് നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് മാറ്റാൻ പറ്റും. വെനെവർ വി സെൽ എ ഷെയർ ഇറ്റ് ഗെറ്റ്സ് ഡീമെറ്റീരിയലൈസ് പറഞ്ഞാൽ ഒരു ഹാർഡ് കോപ്പി ഫോമിലുള്ള ഒരു ഷെയർ ഒരു പേപ്പറിൻ്റെ ഫോമിലുള്ള ഷെയറിൽ നമുക്ക് ഡീമെറ്റീരിയലൈസ് ചെയ്യാം, അതായത് ലിക്വിഡേറ്റ് ചെയ്തിട്ട് ക്യാഷിൻ്റെ ഫോമിലാക്കാം. സോ ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് അലൊക്കേഷൻ ത്രൂ കോമ്പറ്റിറ്റീവ് പ്രൈസ് മെക്കാനിസം. അപ്പോൾ അതുകൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് ഒരു ഷെയർ സെല് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവിടെ എന്തുണ്ടാവും, കോമ്പറ്റീഷൻ ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് ഉള്ളപ്പോഴാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യണം. അതേപോലെയാണ് ഷെയറിന് ഡിമാൻഡും സപ്ലൈയും ഉണ്ടെങ്കിൽ അവിടെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യും. അതായത് എപ്പോൾ വേണമെങ്കിലും ഒരു ബയറിന് ഒരു സാധനം ഒരു ഷെയർ വാങ്ങണമെങ്കിൽ ഒരു കമ്പനീൻ്റെ അവിടെ ഒരു ബയറും ഉണ്ടാവണം, ഒരു സെല്ലറും ഉണ്ടാവണം. അവർ രണ്ടുപേരും മീറ്റ് ചെയ്യണ പോയിന്റിലാണ് എന്തുണ്ടാവുക, പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുക. അപ്പോൾ ഒരു ഷെയറിൻ്റെ വാല്യൂ ഇന്നിപ്പോൾ നമ്മൾ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഷെയറിൻ്റെ വാല്യൂ, അത് അനുസരിച്ച് നമുക്ക് അതിൻ്റെ വാല്യൂ തീരുമാനിക്കാൻ പറ്റും, ബിക്കോസ് ദർ ഇസ് എ ഡിമാൻഡ് ആൻഡ് സപ്ലയർ. ഓക്കെ. Then next is that a good capital system helps to disseminate information. അതായത് പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ കിട്ടും. ഇന്ന് എത്രയാണ് ഷെയർ വാല്യൂ, നാളെ അല്ലെങ്കിൽ ഇന്നലെ എത്രയായിരുന്നു, എത്ര ഇൻക്രീസ് ആയി, ആ ഷെയർ വാല്യൂ. അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ലോസ് വന്നു വെച്ചാൽ എന്താവും, ഷെയർ വാല്യൂ ലോ ആവും. അപ്പോൾ അതിനെ പറ്റിയൊരു വിവരം കിട്ടും ഈ ഒരു നല്ലൊരു ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ. അതേപോലെ ക്വിക്ക് ഇവാലുവേഷൻ, നല്ലൊരു ഇവാലുവേഷൻ. ഇപ്പോൾ ഷെയറിൻ്റെ വാല്യൂ കൂടി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റും ആ കമ്പനി പ്രോഫിറ്റിലാണ്, നല്ല കമ്പനിയാണ്. നേരെ മറിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫോർ പാസ്റ്റ് 5 years, then we can say that company is loss making units. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെയാണ് ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതായത് ഗവൺമെൻറ് കുറേ റൂൾസും റെഗുലേഷൻസൊക്കെ അത് ഫോളോ ചെയ്യണം. അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും, ബ്ലാക്ക് മാർക്കറ്റിംഗ് ഉണ്ടാവും. സോ ഇതെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതല്ലാതെ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് എന്തെല്ലാം ചെയ്യും, പ്രൊവൈഡ്സ് ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് മാർക്കറ്റ് റിസ്കിൻ്റെ അഗെയിൻസ്റ്റ് ഇൻഷുറൻസ് തരും. അതായത് ഞാൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ നല്ലൊരു ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ അണ്ടർ റൈറ്റേഴ്സ് ഉണ്ടാവും. അണ്ടർ റൈറ്റേഴ്സ് ആരാണ്, ഫോർ എക്സാമ്പിൾ ഒരു വീട് എടുക്കുമ്പോൾ നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൽ കാണും ഇറ്റ് ഈസ് കവേർഡ് അണ്ടർ SBI ലോൺ, അല്ലെങ്കിൽ SBI അതിന് ലോൺ തരും. അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു ഫ്ലാറ്റ് പണിയാണ്. അപ്പോൾ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും SBI ഹോം ലോൺസ് ആർ ഈസിലി അവൈലബിൾ. ദിസ് മീൻസ് വാട്ട്, ആ ഫ്ലാറ്റിൻ്റെ പ്ലാനും എക്സെട്ര ബ്രോക്കർ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ആൻഡ് SBI ഇസ് അണ്ടർ ഇറ്റ്, അതായത് SBI has ഓൾറെഡി അപ്രൂവ്ഡ് ദ പ്ലാൻ ഓൾറെഡി SBI പോലത്തെ ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഫ്ലാറ്റിന് എന്തുണ്ട്, ഗ്യാരണ്ടി ഉണ്ട്. അത് വിൽക്കുമ്പോൾ ആര് എന്തായാലും പൈസ തരുമെന്ന് SBI തരും. അപ്പോൾ ആ ഗ്യാരണ്ടിയാണ് നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പറയുമ്പോൾ അത് അണ്ടർ റൈറ്റർ. അപ്പോൾ ഒരു കമ്പനി ഷെയർ വിൽക്കുകയാണെങ്കിൽ ഒരു കമേഴ്ഷ്യൽ ബാങ്ക് അതിന് ഗ്യാരണ്ടി തരികയാണ്. അതായത് നമ്മൾ ഇത് ഷെയർ വിറ്റിട്ടില്ലെങ്കിൽ ആ ബാങ്ക് വാങ്ങും എന്ന് പറഞ്ഞിട്ടൊരു ഗ്യാരണ്ടി തരികയാണെങ്കിൽ അതിനെയാണ് അണ്ടർ റൈറ്റർ എന്ന് പറയുക. അപ്പോൾ ഒരു ഷെയറിന് ഇൻഷുറൻസ് പോലെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഗ്യാരണ്ടി തരികയാണ് ഈ പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതാണ് പറയുന്നത് provides insurance against market risk through derivative trading. Derivative means for example insurance etc. അവിടെ ഡെറിവേറ്റീവ് വിച്ച് ഡിറൈവ്സ് ഇറ്റ്സ് വാല്യൂ ഫ്രം ദ തിങ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രീമിയം അടയ്ക്കുകയാണ്, കാറിൻ്റെ പ്രീമിയം. ഒരു കാറിന് ഇപ്പോൾ വലിയൊരു കാറാണെങ്കിൽ എനി കാർ യു ടേക്ക് ബിഗർ ടൈപ്പ് ഷെവർലെ അങ്ങനത്തെ വലിയ കാർസ് ആണെങ്കിൽ അതിന് കൂടുതൽ ഇൻഷുറൻസ് അടയ്ക്കണം. സോ ഇറ്റ് ഹെൽപ്സ് ടു പ്രൊവൈഡ് റിസ്ക് എന്താവും, ലെസ് ആവും. ഇൻഷുറൻസിനൊക്കെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ റിസ്ക് കുറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വണ്ടി ഇടിച്ചു വെച്ചാൽ അതിന് നമുക്ക് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും മോട്ടോർ വെഹിക്കിൾസിൻ്റെ അണ്ടറിൽ ഇൻഷുറൻസ് എടുക്കണം. ദാറ്റ് ഈസ് അല്ലെങ്കിൽ നമുക്ക് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ്
ഇൻഷുറൻസ് പ്രീമിയം കറക്റ്റായിട്ട് അടയ്ക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് അതിൻ്റെ റിസ്ക് കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഹെൽപ്പ് ആര് ചെയ്തു തരും? ക്യാപിറ്റൽ മാർക്കറ്റ് ചെയ്തു തരും. അപ്പോൾ അതേപോലെ ഷെയർസിനും ഇൻഷുറൻസ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സിനും ഒരു അണ്ടർ റൈറ്റിംഗ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ റിസ്ക് അവോയ്ഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ക്യാപിറ്റൽ മാർക്കറ്റ്. ഇതേപോലെയാണ് പ്രൊവൈഡ്സ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. ഓപ്പറേഷണൽ എഫിഷ്യൻസി പറഞ്ഞാൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയും, അതേപോലെ ഓൺലൈൻ ട്രേഡിംഗ് ഇല്ലെങ്കിൽ ടൈം ലാഭമാണ്, പിന്നെ എക്സ്പ്ലനേഷൻസ് തരും. അതായത് ഏതാ നല്ല ഇത് കുറേ ബ്രോക്കേഴ്സും കുറേ സ്റ്റോക്ക് ബ്രോക്കേഴ്സൊക്കെ ഉണ്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ. അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. ഫോർ എക്സാമ്പിൾ ഒരു LIC ഏജൻറ്റ് നമുക്ക് പറഞ്ഞു തരും ഏതൊക്കെ LIC പോളിസീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം, വിച്ച് ഇസ് ഗുഡ്, വിച്ച് ഇസ് ബാഡ്, അതെല്ലാം പറഞ്ഞുതരും. അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടപ്രകാരം ഏതാണ് നമുക്ക് റിസ്ക് കൂടുതൽ വേണോ, റിസ്ക് ആൻഡ് റിട്ടേൺ കൂടുതൽ വേണമെങ്കിൽ ഏതെല്ലാമാണ്. അല്ല ചിലവർക്ക് ഫിക്സഡ് റിട്ടേൺസ് ആണ് വേണ്ടി വരിക, ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടല്ല ഒരേ സമയത്ത് സെയിം റിട്ടേൺസ്, അങ്ങനത്തെ ആൾക്കാർക്ക് ഏതാണ് വേണ്ടത്. അപ്പോൾ സിംപ്ലിഫൈഡ് ട്രാൻസാക്ഷൻ പ്രൊസീജിയേഴ്സ്, ഈ ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ ട്രാൻസാക്ഷൻ പ്രൊസീജിയേഴ്സ് എന്താണ്, സിമ്പിളാണ്. പിന്നെ അതേപോലെ ടൈം ലാഭമാണ്. ഇപ്പോൾ നമുക്ക് നെറ്റ് ത്രൂ തന്നെ സാധനങ്ങൾ ഷെയർസ് വാങ്ങാനും വിൽക്കാനും പറ്റും. അപ്പോൾ സമയം ലാഭമാണ്. അതേപോലെ ട്രാൻസാക്ഷൻ കോസ്റ്റും കുറയും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡെവലപ്പ് ഇൻറ്റഗ്രേഷൻ അമംഗ് ഡെപ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടേഴ്സ്. ഒരു നല്ല ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും, ഇൻറ്റഗ്രേഷൻ ഉണ്ടാവും ഡെപ്റ്റും ഫിനാൻഷ്യൽ സെക്ടേഴ്സും തമ്മിൽ. ഡെപ്റ്റ് പറഞ്ഞാൽ കടം കൊടുക്കുന്ന സ്ഥാപനങ്ങളും ഫിനാൻസ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുമായിട്ട്, ഹൂ ഈസ് ടേക്കിംഗ് ഡെപ്റ്റ് ആൻഡ് ഹൂ ഈസ് ഓൾസോ ഗിവിംഗ് ലോൺ, അവർ തമ്മിൽ നല്ലൊരു ഇൻറ്റഗ്രേഷൻ ഉണ്ടാവും. ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് തമ്മിൽ ഇൻറ്റഗ്രേഷൻ ഉണ്ടാവും. അതേപോലെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം, അപ്പോൾ നല്ലൊരു വെൽ ഇൻറ്റഗ്രേറ്റഡ് ആവും ഒരു നല്ല ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ. ഇതേപോലെ വേറൊരു ഗുണം എന്താ വെച്ചാൽ ഫ്ലോ ഓഫ് ഫണ്ട്സ് എങ്ങനെയാവും, ഡയറക്റ്റ് ചാനൽസും ഉണ്ടാവും. പിന്നെ അതേപോലെ എഫിഷ്യൻ്റ് ചാനൽസിനോട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തിരിച്ചെടുക്കാനും പറ്റും. പിന്നെയും വേണമെങ്കിൽ ഇനിയും കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാം, ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഗുണങ്ങളാണ് ഏതിൻ്റെ, ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, ഇത് ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാറുണ്ട്, പഠിച്ചു വെച്ചോളൂ. എല്ലാ പോയിൻറ്റ്സും ആഡ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചത്, ടെക്സ്റ്റും ആസ് വെൽ ആസ് ഇൻ്റർനെറ്റിൽ നിന്നുള്ള പോയിൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഇത്. അപ്പോൾ ഈ നോട്ട്സ് എഴുതിയെടുക്കുക. നെക്സ്റ്റ് ആണ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. നേരത്തെ നമ്മൾ കണ്ടു ഒരു 5-6 ഡിഫറൻസസ് ആണ്, കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. ബോറോയിങ് ടേം അതിൽ പറഞ്ഞു. നെക്സ്റ്റ് ബോറോയിങ് ടേം മണി മാർക്കറ്റിൽ ഷോർട്ടാണ്, ക്യാപിറ്റൽ മാർക്കറ്റിൽ ലോങ് ആണ്. പാർട്ടിസിപ്പൻസ് മണി മാർക്കറ്റിൽ ആരൊക്കെയാണ് നേരത്തെ പറഞ്ഞു, സെൻട്രൽ ബാങ്ക്, കമേഴ്ഷ്യൽ ബാങ്ക്സ്, മ്യൂച്വൽ ഫണ്ടാണ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ആരൊക്കെയാണ്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ്, ഇതെല്ലാം പറഞ്ഞതാണ്. ഇൻസ്ട്രുമെൻറ്റ്സ്, ട്രഷറി ബിൽസ്, കോൾ മണി, പ്രോമിസറി നോട്ട്സ് ഒക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിലാകുമ്പോൾ. ബോൺഡ്സ്, ഡിബെഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, ഈ ബോൺഡ്സ് എന്താ, ഡിബെഞ്ചേഴ്സ് എന്താ, പ്രിഫറൻസ് ഷെയർസ് ഒക്കെ ഇനിയും വരുന്നു ചാപ്റ്ററിൽ, അതിൽ നമുക്ക് ചെയ്യാം. പിന്നെ അതേപോലെ സ്ട്രക്ചർ, മണി മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഇൻഫോർമലാണ്, അതായത് കൂടുതൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല. പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്താണ്, ഫോർമലാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, അതിൻ്റെ റൂൾസ് അനുസരിച്ചാണ് അവിടെ ട്രേഡിംഗ് നടക്കുക. പിന്നെ അടുത്ത ക്ലാസിഫിക്കേഷൻ, മണി മാർക്കറ്റിൽ ക്ലാസിഫിക്കേഷൻ കാര്യമായിട്ടില്ല, പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റിൽ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. ഓക്കെ, നെക്സ്റ്റ് ലിക്വിഡിറ്റീൻ്റെ അനുസരിച്ച് മണി മാർക്കറ്റിൽ ഷോർട്ട് ടേം ആണ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് മോർ ലിക്വിഡ്. വേറെ മറിച്ച് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ലെസ് ലിക്വിഡ്. ദെൻ റിസ്ക് ഫാക്ടർ പറയുമ്പോൾ what is the risk associated? Capital market it's more risky, more amount of money is involved, whereas money market it is less risky. Purpose, in capital market it's mean to meet long term investment, കൂടുതൽ സമയത്തിന് വേണ്ടിയിട്ടാണ്. മറ്റേത് ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സ് ആണ്. റിട്ടേൺസ് റിസ്ക് ഉള്ളിടത്താണ് റിട്ടേൺസ് കൂടുതൽ, അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ റിട്ടേൺസ് കൂടും. റെലവൻസ് ടു ഇക്കോണമി, മണി മാർക്കറ്റ് ആകുമ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു ബൂസ്റ്റ് ലിക്വിഡിറ്റി ഇൻ ദ ഇക്കോണമി. ക്യാപിറ്റൽ മാർക്കറ്റ് ആണെങ്കിൽ കൺവേർട്ട് സേവിങ്സ് ഇൻ ടു പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ മെച്യൂരിറ്റി പീരിയഡ്, മണി മാർക്കറ്റ് പറഞ്ഞാൽ 1 year ആണ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഗ്രേറ്റർ ദാൻ 1 year ആണ്.
So next we go into the important functions of capital market. Important functions പറഞ്ഞാൽ എന്തെല്ലാം ഉപയോഗമുണ്ട് ഒരു നല്ലൊരു ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ വാട്ട് ആർ ദ യൂസസ് ഓക്കെ വാട്ട് ആർ ദ യൂസസ് ചോദിച്ചാൽ ഫസ്റ്റ് വൺ വി ക്യാൻ സേ ഇറ്റ് ബ്രിങ്സ് അബൌട്ട് ആസ് ലൈക്ക് ബാങ്കിങ് സിസ്റ്റത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് എന്താണ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ആണ് മൊബിലൈസ് സേവിങ്സ് അതായത് കൂടുതൽ സർപ്ലസ് ഉള്ള ഏരിയാസിന് ഡെഫിസിറ്റ് ഏരിയാസിലേക്ക് സർപ്ലസ് സേവിങ്സ് എന്ത് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യാൻ സഹായിക്കും ഓക്കെ ഇതിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരേ ഒരു ഇതേ ഉള്ളൂ ഷെയർസ് ഡിബെഞ്ചേഴ്സ് ബോൺസ് അങ്ങനെ ഡെയിലി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് നേരെ മറിച്ച് ബാങ്കിങ് ആകുമ്പോൾ ഇറ്റ്സ് മെയിൻലി ക്യാഷ് ആണ്